പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചായെങ്കിലും നമ്മുടെ വീട്ടിലൊന്നും ബീഫ് തീർന്നു കാണുമല്ലോ. എന്നും ഒരേ സ്റ്റൈലിലുള്ള കറി കഴിച്ച് മടുപ്പും കാണും. അപ്പം നമുക്കൊരു വെറൈറ്റിക്ക് ബീഫ് ചുക്ക് പിടിച്ചാലോ. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കണം, വറുത്ത് പൊടിക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലി വേണം, പിന്നെ 3 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, പിന്നെ പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ബേ ലീഫ്, ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക. വറുത്ത് അത്യാവശ്യം ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചതക്കൽ പരിപാടിയാണ്. അതിനായിട്ട് പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് ക്രഷ് ചെയ്ത് ചതച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കറിവേപ്പില ഇട്ട് പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചായിട്ടില്ലേ അതും കൂടി ഇട്ടിട്ട് പിന്നെ നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, അതിട്ട് കൊടുക്കുക. ഇനി നമ്മുടെ താരത്തിൻ്റെ എൻട്രിയാണ്. അതായത് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ്. വേവിക്കുമ്പോൾ തന്നെ അതിൻ്റെ വെള്ളമില്ല, അതിൻ്റെ സ്റ്റോക്ക് അതുകൂടി ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലക്കൂട്ടില്ലേ അതുകൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുറച്ച് പുളിവെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഇത് കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഓണിയൻ ഫ്രൈ ചെയ്തതാണ്, അതുകൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ബീഫ് ചുക്ക ഉണ്ടാക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് എല്ലാ മസാലയും കൂടെ പിടിച്ചൊന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കി. അപ്പോൾ ചോറും മോരേറിയ ബീഫും കൂടെ ആയിരുന്നു. അങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് പലഹാരത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ ഞാൻ ചോറും മോരേറിയും ബീഫ് കറിയൊക്കെ ആയിട്ട് കഴിച്ചു. നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബായ്.